സ്വരലയ രാഗതാളത്തിലലിഞ്ഞ് മലപ്പുറം വളാഞ്ചേരി കൂട്ടായ്മയിൽ ഒരുക്കിയ പരിപാടി ഏറ്റവും വലിയ സൗഹൃദ വേദിയായി മാറി. വിവിധ മേഖലയിലുള്ള നിരവധി പേരാണ് വളാഞ്ചേരിയുടെ സാംസ്കാരിക സദസ്സിൽ പങ്കാളികളായത്. ഒരു നാട് മുഴുവൻ ഒത്തുകൂടിയ കാഴ്ച വളാഞ്ചേരിക്ക് ഒരിക്കൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് വളാഞ്ചേരി കൂട്ടായ്മ. കൂട്ടായ്മയിലൊരുങ്ങിയ മൂല്യങ്ങളുടെ സ്വരലയം വർഷങ്ങൾ പിന്നിടുന്തോറും ജനപ്രിയവും ഉത്സവവുമായി മാറുന്ന ആ മനോഹര സൗഹൃദ സംഗമത്തിന് ഒപ്പം ചേർന്നവരാകട്ടെ അനവധി പേരും. നാട്ടുകാരോടൊപ്പം കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും മൂല്യങ്ങളുടെ സ്വരലയത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. പാട്ടും പറച്ചിലും തകൃതിയായി നടക്കുന്നതിനിടയിൽ താളച്ചൂടുമായി കൈകൊട്ടിക്കളിയും കൂട്ടുനിന്നു. തുടർന്ന് വളാഞ്ചേരിയിലെ എഴുത്തുകാരുടെ കൂടിച്ചേരലിനും ഇത്തവണത്തെ മൂല്യങ്ങളുടെ സ്വരലയം വേദിയായി. KEN കുഞ്ഞഹമ്മദ്, മധുശങ്കർ, രാധാമണി അയങ്കലം തുടങ്ങി നീളുന്നു ഈ നിര. തങ്ങളുടെ മേഖലയിലെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും അവർ നാട്ടുകാരുമായി പങ്കുവച്ചു. MT നേരത്തെ എഴുതിയ ഒരു പ്രസംഗം എടുത്തുകൊണ്ടുവന്നിട്ട് അവിടെ വായിക്കുന്നത്, അപ്പൊ തന്നെ എല്ലാവർക്കും പ്രശ്നമായി, ഇത് സർക്കാരിനെതിരെയാണ് എന്നൊക്കെ വിചാരിച്ചു ആളുകൾ. അങ്ങനെയൊന്നുമല്ല. അതല്ല എന്നുള്ളത് 2-3 ദിവസം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. അപ്പൊ ഇത് നമ്മുടെ കുറെ മുൻവിചാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ മുൻവിചാരങ്ങളാണ് നമ്മെ വഴിതെറ്റിക്കുന്നത്. നമ്മൾ എത്ര മെമ്മറി ഫോം ഉപയോഗിച്ചിട്ടും കാര്യമില്ല. നമ്മളെ കാല് പതുപതുങ്ങനെ ആയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലെ മെമ്മറി ഫോം ഉപയോഗിക്കാൻ പറ്റിയാൽ, മനസ്സ് മസൃണമാക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വെങ്കിടേഷ് രാമകൃഷ്ണൻ, ഫൈസൽ എളേറ്റിൽ, മാരിയത്ത്, ഓണംവിളി മുഹമ്മദ്, ഫൈസി തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. വളാഞ്ചേരിക്കാരുടെ കൂട്ടായ്മയായ വളാഞ്ചേരീസിന്റെ നേതൃത്വത്തിലാണ് വർഷം തോറും ഈ സൗഹൃദ സദസ്സ് ഒരുങ്ങുന്നത്. സ്വരലയം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2017 തുടക്കം കുറിച്ച് മനോഹരമായിട്ട് എല്ലാ വർഷവും കൂടുതൽ ഇങ്ങനെ ജനപങ്കാളിത്തം കൂടിക്കൊണ്ട് നാട്ടിലെ നാനാവിഭാഗം ജനങ്ങളും പ്രായഭേദമന്യേ കുട്ടികൾ തൊട്ട് വളരെ പ്രായമുള്ളവർ വരെ വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഈ ചീനിമരത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് പാട്ടും വരവും വരയും കവിതയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചും സമയം കളഞ്ഞും സന്തോഷത്തോടു കൂടെ ഇരിക്കുകയാണ്. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി എല്ലാവരും മെഴുകുതിരി തെളിയിച്ച് ഐക്യദാർഢ്യം അർപ്പിച്ചു. മൂല്യങ്ങളുടെ സ്വരലയത്തിന്റെ സായാഹ്ന സന്ധ്യയിൽ സംഗീതത്തിന്റെ അലയൊലി തീർക്കാൻ മെഹ്ഫിൽ സമ സംഘവും എത്തിയതോടെ സ്വരലയ രാഗതാളത്തിൽ വളാഞ്ചേരി മുഴുവൻ അലിഞ്ഞു. ഗവാലി സംഗീതത്തിന്റെ മേമ്പൊടിയിൽ മതിമറന്ന സംഘം പാടിയപ്പോൾ കൂടിയിരുന്നവരെല്ലാം അവരോടൊപ്പം ചേർന്നു. ജാതിമത രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറം ഒരുപാട് മനുഷ്യർ ചേരുന്നയിടം. അതാണ് വളാഞ്ചേരീസിന്റെ മൂല്യങ്ങളുടെ സ്വരലയം. പുതുസൗഹൃദങ്ങൾ ഉണ്ടാക്കിയും പഴയ സൗഹൃദം ഊട്ടിയുറപ്പിച്ചും ഒരു നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്ന മൂല്യമുള്ള നിമിഷങ്ങളായിരുന്നു ഓരോന്നും. അടുത്ത തവണ വീണ്ടും കാണാമെന്നും വിശേഷങ്ങൾ പങ്കുവെക്കാമെന്നും പറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.